അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ വൺ പീസിന്റെ ഒരു മേജർ ആയിട്ടുള്ള ക്യാരക്ടറെ പറ്റിയാണ് പറഞ്ഞത്, ഡോ ഫ്ലമിംഗോ. സോ അതിനുശേഷമുള്ള വേറെ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് വൺ പീസിൽ പറഞ്ഞത്? അതിനുശേഷം നമുക്ക് പറയാൻ പറ്റിയ പ്രത്യേകിച്ച് പുള്ളിയുടെ അനിയൻ, ഡോ ഫ്ലമിംഗോ അനിയൻ കോറാസോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. ആള് എന്താ പറയാ, ഡോ ഫ്ലമിംഗിന്റെ ക്ലിയർ ഓപ്പോസിറ്റ് ആണ് ആളുടെ ക്യാരക്ടർ. ആളും ഇപ്പൊ നമുക്ക് ഡോ ഫ്ലമിംഗിന്റെ കേസ് അറിയാം. ഡോ ഫ്ലമിംഗോ എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയാ ബുദ്ധിമുട്ടുകൾ, അതായത് ഈ അച്ഛന്റെ ഓരോ പ്രവൃത്തികള്, അച്ഛൻ കാരണം ആ ഹൈ പ്രിവിലേജിൽ നിന്ന് ഏറ്റവും ലോയിലേക്ക് എത്തി. അപ്പൊ ആൾ തല വരെ വെട്ടയാണ് അച്ഛന്റെ. പക്ഷെ ഈ എല്ലാ സിറ്റുവേഷനിലൂടെ പോയിട്ട് പോലും കോറാസോ എന്ന് പറയുന്നത് അവസാനം ഒരു നല്ല മനുഷ്യനായി മാറുകയാണ്. അപ്പൊ അത് തന്നെ അതിൽ കാണിക്കുന്ന ഓടയുടെ റൈറ്റിംഗ് തന്നെ കാണിക്കുന്ന അതാണ്. അതായത് ഒരാൾ നല്ലതാവണോ ചീത്തയാവണോ എന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. രണ്ടുപേരും സെയിം കണ്ടീഷനിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഒരാള് ഭയങ്കര ഈവലാവുകയാണ്, പക്ഷെ മറ്റേ ആള് കുറച്ച് മനുഷ്യത്വം ഉള്ള ഒരാളായി. പക്ഷെ കോറാസോ എന്ന് പറയുന്നത് എന്താ പറയാ, ആൾക്ക് ഈ ചേട്ടന്റെ താങ്ങില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആള് തീരെ ചെറുതാണ് ആ സമയത്ത്. പക്ഷെ ആൾ അതേ സമയത്ത് തന്നെ എന്താ പറയാ ഒരു സ്പൈ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ചേട്ടന്റെ കൂടെ. ലീക്ക് ചെയ്ത് നേവിക്ക് കൊടുക്കും. നേവിയിലെ ഫ്ലീറ്റ് അഡ്മിറൽ എന്ന് പറയുന്ന ഒരു പൊസിഷനിലുള്ള ഒരാളുണ്ട്. ആളുമായിട്ട് ഒരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ആള് പിന്നെ ഇവനെ ഒരു മകൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു കൺസിഡറേഷൻ കൊടുക്കും. അപ്പൊ ആള് ഓക്കെ അങ്ങനെയും കൊടുക്കാൻ അതിന്റെ കൂടെ സ്പൈ ആയിട്ടും വർക്ക് ചെയ്യാണ്. ഇവൻ പറഞ്ഞ പോലെ ഈ ഡോ ഫ്ലമിംഗിന്റെ എല്ലാ മൂവ്സിനെ പറ്റിയും നേരത്തെ അറിയിച്ചു കൊടുക്കും. കാരണം ഇവരുടെ ഈ ടീമിലല്ലേ ഇവൻ നിൽക്കുന്നത്. ഇവൻ ഇങ്ങനെ മുമ്പോട്ട് പോയി വരുമ്പോഴാണ് ഒരു ദിവസം ഇവ ഒരു ചെറുക്കനെ കാണുന്നത്. ആ ചെറുക്കന്റെ പേരാണ് ഇപ്പോഴും ഏറ്റവും എന്താ പറയാ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ട്രഫാൽഗർ ഡി ലോ എന്ന് പറയുന്ന ആള്. ഇത് എന്താ പറയാ, നീ ആനിമെ കാണാത്തോണ്ട് ചിലപ്പോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും, അതങ്ങനെ സ്വാഭാവികമാണ്. പക്ഷെ ഈ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ മരിക്കേണ്ട വക്കീലാണ്. കാരണം ഒരു വലിയൊരു അസുഖം, എന്തോ തന്നെ അസുഖത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അസുഖം വന്ന് മരിക്കേണ്ട 5-6 വയസ്സൊറ്റേ കാണും. മരിക്കേണ്ട വക്കീലാണ്. വീട്ടുകാരെല്ലാരും മരിച്ചു അസുഖം കാരണം. അപ്പൊ ഇവനാണ് അടുത്ത് മരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ ചികിത്സിക്കാൻ ഒരു വഴിയില്ല. ഏത് ആശുപത്രി കൊണ്ടുപോയാലും ചികിത്സിക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ വന്ന് കോറാസോന്റെ അനിയൻ അവനെ ബാക്കിൽ നിന്ന് കുത്തയാണ്. പക്ഷെ അതുപോലും അവൻ കുറെ കഴിയുമ്പോൾ പരിഗണിക്കൂല. കാരണം അവൻ ഈ ചെറുക്കനോട് ഒരു ദയ തോന്നും. ഇവൻ ഇങ്ങനെ തീരാറാവേണ്ട വക്കിലെത്തി നിൽക്കാനും. അപ്പൊ ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നൊരു ഇത് എന്റെ മനസ്സിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം, മറ്റവൻ അതിനെ കുറിച്ച് എങ്ങനെ ആൾക്കാരെ കൊല്ലാന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് മറ്റേ ആള് ഡോ ഫ്ലമിംഗോ. പക്ഷെ ഇവൻ ക്ലിയർ ഓപ്പോസിറ്റ് ആണ്. ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൻ ഈ ചെറുക്കനെ കൊണ്ട് എല്ലാ ആശുപത്രികളിലും പോകുന്നു. ഏറ്റവും ബെസ്റ്റ് ആശുപത്രികളിൽ വരെ ഇവൻ കൊണ്ടുപോകുന്നു, ഇവന്റെ ചേട്ടൻ അറിയാതെ. പക്ഷെ എല്ലായിടത്തുനിന്നും ആശുപത്രിക്കാർക്ക് എടുക്കാൻ പോലും പേടിയാണ് ഇങ്ങനത്തെ ഒരു കേസിന്. ഈ കൊറോണ സമയത്ത് ആ ഹോസ്പിറ്റലുകൾ എടുക്കുമായിരുന്നു. പക്ഷെ ഇത് നേരെ ക്ലിയർ ഓപ്പോസിറ്റ് ആണ്. ആശുപത്രികളിൽ പോലും പ്രവേശിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അവസാനം എന്താ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫ്രൂട്ട് ഉണ്ട്, ഡബിൾ ഫ്രൂട്ട്. അത് പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ ഇത്തിരി കോംപ്ലിക്കേറ്റ്. കാരണം ആ ഒരു ഫ്രൂട്ട് കഴിച്ച ഒരു പവർ കിട്ടും. അങ്ങനെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും അത്യാവശ്യം. എല്ലാ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പോലും ലൂഫിക്കൊക്കെ ഗം ഫ്രൂട്ട് എന്ന് പറയുന്ന പവറാണ്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പോകും കൈയൊക്കെ. അപ്പൊ അത് അങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ട്. ആ ഫ്രൂട്ട് എന്ന് പറയുന്നത് കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ ചികിത്സിക്കാൻ പറ്റും. അതാണ് ഈ ട്രഫാൽഗർ ഡി ലോ എന്ന് പറഞ്ഞ ഈ ചെറുക്കന് പിന്നെ ഒരു പേര്, സർജൻ എന്നുള്ളൊരു പേര്, സർജൻ ഓഫ് ഡെത്ത് എന്നുള്ള പേര് കിട്ടും. ആൾക്ക് വേണമെങ്കിൽ അപ്പുറത്തേക്കിനവന്റെ ഹൃദയം ഒറ്റയടിക്ക് പിടിച്ചു വലിച്ചെടുക്കാം. അത്രയ്ക്ക് പവറാണ് ആ ഫ്രൂട്ടിന്. ആ ഫ്രൂട്ടിന് വേറെയും ഒരു ഭയങ്കര വലിയൊരു പവർ ഉണ്ട്. കാരണം ആൾക്ക് വേണമെങ്കിൽ ഈ ഫ്രൂട്ട് കഴിച്ച ആളുണ്ടല്ലോ, ആൾക്ക് വേണമെങ്കിൽ ആളുടെ ജീവൻ ത്യാഗം ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെന്നല്ല, ഇതാക്കാൻ എന്താ പറ്റുക, മരണം ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അത്രയ്ക്ക് പവർഫുൾ ഒരു ഫ്രൂട്ട് ആണ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. 5 ബില്യൺ ബെറീസ് എന്തൊക്കെയോ ഭയങ്കര വിലയാണ്. ഈ കോറാസോൺ ഇവന് വേണ്ടി റിസ്ക് എടുത്ത് അതിനെ മോഷ്ടിക്കാൻ ഇറങ്ങിയാണ്. അതിന്റെ ഒരു ബിസിനസ് ഡീല് നടക്കുന്ന ഒരു സ്ഥലത്ത് പോകും. അവിടെ അവന്റെ ചേട്ടനും ഉണ്ട്. അവന്റെ ചേട്ടനും ആ ഫ്രൂട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്. പക്ഷെ ഇവ എല്ലാ റിസ്കും എടുത്തുകൊണ്ട് ഇവ അകത്ത് പോയി എന്താ പറയാ ആ ഫ്രൂട്ട് മോഷ്ടിക്കുകയും ചെയ്യും. അവന് 2-3 വെടിയും കൊടുക്കും. വെടി വെക്കുമല്ലോ കോഴ്സ് മോഷ്ടിക്കുന്ന ഈ ഒരു ബിസിനസ് ഡീൽ നടക്കുന്നതിന്റെ ഇടയിൽ. ഇവ അതുകൊണ്ട് എന്താ പറയാ ലോയിനെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് നീ ജീവിക്കണം, എന്ത് സംഭവിച്ചാലും നീ ജീവിക്കണം എന്ന് പറയും.
നീ ഇപ്പൊ തീരെ ചെറുതാണ്, നീ എന്തായാലും നിനക്കൊരു വലിയൊരു ജീവനം ഫ്രണ്ടിലൊക്കെ കിടപ്പുണ്ട്. ഇവൻ അപ്പോഴേ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, കാരണം ഒരുപാട് വെടികൾ കൊണ്ടു കഴിഞ്ഞു. പക്ഷെ ഇവന്റെ ചേട്ടനുണ്ടല്ലോ, ഇവന്റെ ചേട്ടൻ ആ ഒരു സമയം അടുക്കാറാകുമ്പോഴത്തേക്കും അറിയാണ് ഒറ്റ കൊടുക്കുന്ന ആള് ഇവന്റെ സ്വന്തം അനിയനാണെന്നുള്ളത് മനസ്സിലാവേ. ഇവന്റെ എല്ലാ മൂവ്സും അറിയിച്ചു കൊടുക്കുന്നത് ഇവനാണെന്ന് അറിയാൻ. ഇവന്റെ ചേട്ടൻ ഇവനെ തപ്പി അവിടെ സെയിം സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ, അവസാനം തപ്പി എത്തുകയാണ്. ഇവനെന്ന് പറഞ്ഞാൽ ഇവന് ഈ അനിയൻ എന്ന് പറയുന്ന അവന് ഒരു പവർ ഉണ്ട്. അതായത് ഒരു ഏരിയ ഒന്ന് സൈലന്റ് ആക്കാൻ പറ്റും. ഒരാളെ തൊട്ടിങ്ങനെ ആക്കിയാൽ ഇപ്പൊ നിന്നെ ഇങ്ങനെ തൊടയാണ്, നീ ഒരു സർക്കിളിനകത്താവും. നീ എത്ര കിടന്ന് നിലവിളിച്ചാലും കേൾക്കാൻ പറ്റില്ല, ആർക്കും കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ലോയിന്റെ അടുത്ത് ഒരു പെട്ടിക്കകത്ത് കയറാൻ പറയും. പെട്ടിക്കകത്ത് കയറിയിട്ട് ഈ പെട്ടി അടച്ചിട്ട് അവന്റെ പവർ വെച്ച് ആ പെട്ടി മൊത്തം ഒരു സർക്കിളിലാക്കും. മനസ്സിലായില്ലേ? അപ്പോഴേ ഇവന്റെ ചേട്ടൻ വരും. ഇവന് ചേട്ടൻ വരുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്, ഇവന് കാണാതിരിക്കാൻ ഈ കൊച്ചിനെ. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് ഇവന്റെ ചേട്ടൻ വന്ന് ഇങ്ങനെ ചോദിക്കും, നീ ആണല്ലേ ഒറ്റ ഒരുത്ത എന്ന് പറഞ്ഞു. ലാസ്റ്റ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തോക്ക് ചൂണ്ടും. മറ്റവൻ ഇവന് പക്ഷെ വെടിവെക്കാൻ പറ്റില്ല, കാരണം ഇവന്റെ ഉള്ളിൽ ആ ഇതൊക്കെ ചെയ്താലും ഒരു മനുഷ്യത്വം, സ്നേഹവും ഇതൊക്കെ ഉണ്ട്. പക്ഷെ മറ്റവൻ അച്ഛന്റെ തല പോലും വെട്ടിയെടുത്തവനാണ്. ഇവൻ തൊര വെടിവെക്കുക നെഞ്ചിലേക്ക്. ഒരുപാട് അവന് ഇവനെ ഒരു ദയം കാണിക്കാതെ വെടിവെച്ചു കൊല്ലുകയാണ്. ഇവൻ നേരെ പോയി ആ പെട്ടിയിൽ തന്നെ വീഴണം. ആ പെട്ടിക്കകത്ത് മറ്റേ ചെറുക്കനുണ്ട്, അവൻ കിടന്ന് കരയാണ്, അലറി കരയാണ് കത്ത് കിടന്ന്. പക്ഷെ ഇവ ഒരൊറ്റ ശബ്ദം പുറത്തേക്ക്. ഇത് ഭയങ്കര ഇമോഷണൽ. ഇത് പറയുമ്പോ അവർ എഫക്ട് കിട്ടൂല, പക്ഷെ അത് കാണുമ്പോഴേ അതിന്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇവൻ ലാസ്റ്റ് പറയും, ഇവൻ മരിച്ചെന്ന് വിചാരിച്ച് ഇവരെല്ലാരും പോവും. പക്ഷെ ഇവൻ പറയും, എനിക്കൊരു ഒരു 3 മിനിറ്റ് കൂടെ എന്തോ ജീവിച്ചിരുന്നേ പറ്റൂ. കാരണം ഇവർ ആ ഒരു ഏരിയയിലൊന്ന് ഫുള്ളി പോയില്ലെങ്കിൽ ഇവൻ മരിച്ചെന്ന് വിചാരിച്ചു, മരിച്ച ഈ പവർ പോവും. എങ്കിൽ ഇവൻ കരയുന്നത് കേൾക്കും. ഇവൻ കരയുന്ന കേട്ടാ അറിയാലോ മറ്റവൻ ഒരു ദയയില്ലാത്ത സാധനമാണ്. അപ്പൊ എന്താ പറയാ, ആ 3 മിനിറ്റ് എനിക്ക് ജീവിച്ചേ പറ്റൂ നിനക്ക് വേണ്ടി എന്ന് തോന്നി ഇങ്ങനെ കിടക്കുകയാണ് അവിടെ. മനസ്സിലായില്ല? അത് ഭയങ്കര ഇമോഷണൽ സീക്വൻസ് ആണ്. ആ ചെറുക്കൻ പിന്നെ ഇറങ്ങി ഭയങ്കര വിഷമിച്ചങ്ങ് പോവുകയാണ്. അതുപോലെ ആ ഫ്ലീറ്റ് അഡ്മിറൽ ഉണ്ടല്ലോ, ഇവന് വേണ്ടി അവന് പോലും ഭയങ്കര വിഷമമായിപ്പോ. പിന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും സ്പൈ ആണെങ്കിൽ ഇപ്പൊ അവന് മകന്റെ സ്നേഹം അവനോട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചെറുക്കൻ പിന്നെ വലുതായി ലൂഫിയുടെ കൂടെ തന്നെ ഒരു എംബറിനെ അടിച്ചിരുന്നതിൽ ഏറ്റവും വലിയൊരു ലൂഫിയിലൂടെ ചേരാൻ മീൻസ് ഒരു അലയൻസ് ആണ്. എപ്പോഴല്ല പിന്നെ വേറെ പിരിഞ്ഞു, പക്ഷെ ഒരു അലയൻസ്, ഒരു സമയത്തേക്ക് ഒരു ലക്ഷ്യം വെച്ചു, ഒരു എംബറിനെ തീർക്കണം എന്നുള്ളൊരു അലയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് എന്താ പറയാ, ആ ഒരു എംബറിനെ അടിച്ചിട്ടു. അതിന് മുന്നേ ഈ ഡോഫ്ലമിംഗോ ഉണ്ടല്ലോ, അതിന് മുന്നേ ആ എംബറിനെ അടിച്ചിരുന്നതിന് മുന്നേ തന്നെ ഇവനായിട്ട് തന്നെ പോയി ഈ ഡോഫ്ലമിംഗോനെ ഇവനും ലൂഫിയാണ് അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് തീർക്കുകയാണ്. തീർക്കും മീൻസ് അടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പം ഭയങ്കര ഈവനായിരുന്നു ഡോഫ്ലമിംഗോ. കാരണം പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന്റെ രാജാവായി ഏറ്റവും ക്രൂരതകളുടെ അങ്ങേയറ്റം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടാൽ ചിലപ്പോ അങ്ങനെ തോന്നില്ല, ഭയങ്കര സമാധാനമുള്ള രാജ്യം തോന്നും, പക്ഷെ അതിന്റെ അകത്ത് ഭയങ്കര വലിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരാളെ അവിടെ നടിച്ചിട്ട് ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു റൂളറിനെ ഇല്ലാതാക്കി. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ആ സമയത്ത് ഈ പഴയ അഡ്മിറലിനെ അവിടെ വെച്ച് കാണാൻ ഇവൻ ചോദിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, എന്തുകൊണ്ടായിരിക്കും ഈ കോറോസാൻ, അതായത് അവന്റെ അനിയൻ, എന്നെ എന്തിനാണ് ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ഈ കൊല കാണിച്ചതെന്ന് ചോദിക്കും. എന്തിനായിരിക്കും, നിങ്ങളല്ലേ അവന്റെ സ്പൈയുടെ ഒരു കണക്ഷൻ ആയിരുന്നത്. അഡ്മിറൽ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, മറ്റൊരാളുടെ സ്നേഹത്തെ കുറിച്ച് നീ ഒരിക്കലും എന്താ പറയാ ചോദ്യം ചെയ്യരുത്. അവൻ അങ്ങനെ എന്നോട് സ്നേഹം തോന്നി, അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തു, അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. എന്തിനു നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയെന്ന് ചോദിച്ചാൽ അത് അവന്റെ ഒരു മനുഷ്യത്വമാണ്. അതാണ് അതിന്റെ ഒരു ഹോൾ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് ആ ഒരു എഫക്ട് കിട്ടൂല, പറയുമ്പോ ആ ഒരു എഫക്ട്. മരിക്കുന്നവരെ കഥ അവിടെ ഫിനിഷാവാണ്. ഡോഫ്ലമിംഗ് മരിക്കുന്നില്ല, ഡോഫ്ലമിംഗിനെ കംപ്ലീറ്റ്ലി അടിച്ച് തരിപ്പണമാക്കും ലൂഫി ലാസ്റ്റ്. അവനെ ലാസ്റ്റ് നേവി തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, കാരണം ഇവന്റെ എല്ലാ പരിപാടികളും പുറത്താവും, ആ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവന്റെ എല്ലാ പൊസിഷൻസും പോകും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈ പ്രിവിലേജ്ഡ് ക്ലാസ് ആയിരുന്നല്ലോ. ഇവന്മാരുടെ സെന്റർ ഉണ്ട്, ഈ ഹൈ പ്രിവിലേജ്ഡ് ക്ലാസ്, സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്നാണ് പറയുന്നത് ഇവര്. ആ സെന്ററിൽ ഒരു രഹസ്യമുണ്ട്, ഒരു ഭയങ്കര വലിയ എന്തോ ഒരു രഹസ്യം.
ഈ ലോകത്ത് എല്ലാവരെയും മറച്ചു വെക്കുന്ന ഒരു സംഗതിയാണ് സാധാരണ ആൾക്കാരുടെ ഇടയിലൊന്നും. ആ രഹസ്യം ഇവനറിയാം, ഡോഫ്ലമിംഗോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവ ഈ എല്ലാ പരിപാടികളും ആ രാജ്യത്ത് ചെയ്തിട്ട് പോലും ഗവൺമെന്റ് ഇവനെതിരെ ആക്ഷൻ എടുക്കാത്തത്. കാരണം ഇവൻ വിളിച്ചു പറഞ്ഞാൽ തീർന്ന്, പറയാൻ പറ്റി, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതിന് പക്ഷെ ഇവന് അങ്ങനെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവുകയാണ്. ലാസ്റ്റ് നിവർത്തിയില്ല, കാരണം ഇതെല്ലാം എക്സ്പോസ് ആയി ഇവന്റെ എല്ലാ പരിപാടികളും. ഇവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഡോഫ്ലമിംഗോ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ നേവിയുടെ കസ്റ്റഡിയിലാണ്, കെട്ടിയിട്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ചങ്ങലകൾ കൊണ്ടൊക്കെ. പക്ഷെ അവനെ അറിയപ്പെടുന്ന ഒറ്റ വാക്കിലാണ്, ദ മാൻ ഹൂ നോസ് ദ ട്രൂത്ത് എന്നാണ്. സത്യം എന്താണെന്ന് അറിയാന്നുള്ള ഒരു മനുഷ്യനാണ് അവൻ, ഡോഫ്ലമിംഗോ. പക്ഷെ അതേ സമയത്ത് ഈ സെലസ്റ്റിയൽ ഡ്രാഗനും ഇല്ല ഇപ്പോഴും. മുമ്പായിരുന്നു, ഞാൻ കഴിഞ്ഞ പറഞ്ഞായിരുന്നു, ആദ്യം ഹൈ പ്രിവിലേജിൽ നിന്നാണ് ലോയിലേക്ക് വന്നത്. ഹൈ പ്രിവിലേജിൽ ആയിരുന്ന സമയത്താണ് ഇവന് ഈ സംഗതി അറിയാന്നുള്ളത്, മനസ്സിലായില്ലേ? അതങ്ങനെ ഇപ്പം സെലസ്റ്റിയൽ ഡ്രാഗനും അല്ല, പക്ഷെ അവന് ആ ഒരു സത്യം അറിയാം. പക്ഷെ സത്യം എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ ഒരു സ്റ്റോറി. എന്തായിരുന്നാലും ഈ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ നമ്മളെ തന്നെ ഒരു മാനസികമായിട്ടൊന്ന് അലട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് കിട്ടിയത് ഉറപ്പായിട്ട്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്തു.